എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയ ടോപ്പിക് എന്തെന്ന് പറഞ്ഞാൽ പോളാർ വൈറ്റിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലുള്ള ഒരു പോളാർ ഫിഷിൻ്റെ പെയർ ബ്രീഡായിട്ടുണ്ട്. അതിനെ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. അത് ഇവിടെ അവർക്ക് വേണ്ട ബ്രീഡിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടതിന് ശേഷമാണ് ഇവിടെ ബ്രീഡായിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് കാലം ഇവരുടെ ടാങ്കിൽ ബ്രീഡായിട്ടില്ല. അതിന് വേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുത്തിട്ട് പോലും അതിനകത്ത് ബ്രീഡായിട്ടില്ല. പിന്നീട് അവിടുന്ന് പിടിച്ച് ഈ കമ്മ്യൂണിറ്റി ടാങ്കിലിട്ട് ഇന്നലെ ഫുഡ് കൊടുക്കുമ്പോഴാണ് ഇതിനകത്ത് ഇത് കണ്ടത്. ഇത് ബ്രീഡായിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ കുറച്ച് സൈസ് ആയിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നറിയില്ല, എന്നാലും മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. പോളാറിൻ്റെ ബ്രീഡിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. മെയിൽ ഫിഷിന് ഫീമെയിൽ ഫിഷിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. ഫീമെയിൽ ഫിഷിനാകുമ്പോൾ വയറിനടുത്ത് ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ പിങ്ക് കളറ് കാണപ്പെടുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പെയർ വാങ്ങിച്ച് കൂടത്തോടെ ഇട്ട് ഇതിന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അവിടെ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ അത് സ്വന്തമായിട്ട് പെയർ തിരിഞ്ഞ് അതിനകത്ത് പോയിട്ട് ബ്രീഡാവുന്നതായിരിക്കും. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിന് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പരമാവധി പ്രൈവസി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് വേണ്ടത്. പരമാവധി പ്രൈവസി വേണം. പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു PVC പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് ഇവരെ ടാങ്കിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അത് വെക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാത്ത രീതിയിൽ വേണം നമുക്ക് ഇതിൻ്റെ വായുഭാഗം ചെരിച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഭാഗത്തേക്കാണെങ്കിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോയിലുള്ള പോലത്തെ ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ അത് മതിയാവും. നമ്മളിപ്പോൾ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ബ്രീഡ് ചെയ്യാനായ ഒരു തരം ഫിഷാണെങ്കിൽ അവർ ആ പൈപ്പിനകത്ത് കയറി അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രീഡായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ അതുമായിട്ടാണെങ്കിൽ ചേർന്ന് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ബ്രീഡാവുന്നത്. ബ്രീഡ് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ അത് ഹാച്ചായി വരുന്നതാണ്. ഹാച്ചായി വന്ന് ഫ്രീസിങ് ആയതിന് ശേഷം നമുക്കിതിന് പിന്നെ കുറച്ചൊന്ന് സൈസായി വരുമ്പോൾ മൊയ്യിനെ കൊടുക്കാം. പൗഡർ ഫീഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ടാങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ല സംഭവം അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ഫീഡ് ചെയ്യുന്ന പോലത്തെ ആർട്ടിമിയ ഫ്ലെക്സ് തന്നെയായിരുന്നു അതിനകത്ത് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇത്ര സൈസ് ആയിട്ടുണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ബ്രീഡാണിത്. ഇതിൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ജസ്റ്റ് നമ്മളെ പ്രൈവസി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അവർ പൈപ്പിൻ്റെ പീസും അതിനകത്ത് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഫുഡും പ്രോപ്പറായിട്ട് കൊടുക്കുക. വാട്ടർ കണ്ടീഷൻ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പോളാർ വൈറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.